അയ്യോ, അത് ശ്രേയ ചേച്ചിയല്ലേ? മാളു സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് അവരുടെ അടുത്തേക്ക് വന്ന അതിഥി അത്ഭുതത്തോടെ പറഞ്ഞു. ശ്രേയ ചേച്ചിയോ? അതിഥി പറയുന്ന കേട്ട് 3 പേര് അവളെ സംശയത്തോടെ നോക്കി ചോദിച്ചു. ആ, ശ്രേയ ചേച്ചി. ആരോ? അതാരാ ഈ ശ്രേയ? ആരോ ദൂരെ നിൽക്കുന്ന അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ ശ്രേയ ചേച്ചിയാണ് പണ്ട് വലിയേട്ടൻ്റെ ഹരിയേട്ടനും ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചത്. ഹരിയേട്ടനായിട്ടാണ് കൂടുതൽ കമ്പനി. എപ്പോഴും ഹരിയേട്ടൻ്റെ ഒപ്പാണ് നടക്കുന്നത്. മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. മാളു. എന്തിന്? അവൾ പറയുന്ന കേട്ട് മാളുവിൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണു. അതിഥി. വർമ്മ ഇൻഡസ്ട്രീസിൻ്റെ പാലക്കാട് ബ്രാഞ്ചിലാണ് ഈ ചേച്ചി വർക്ക് ചെയ്യുന്നത്. ഹരിയേട്ടൻ വരുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് വരുന്നതെന്നാണ് എല്ലാവരോടും പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, ആ ചേച്ചിക്ക് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തുദ്ദേശം? അവൾ പറയുന്ന കേട്ട് എല്ലാവരും സംശയത്തോടെ ചോദിച്ചു. അത് ഞാനൊരിക്കൽ ആ ചേച്ചി വന്നപ്പോൾ ജ്യൂസ് കൊണ്ട് കൊടുക്കാനായി അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പം ആ ചേച്ചി ഹരിയേട്ടനോട് പറയുന്നത് കേട്ടതാ. മാളു. എന്ത്? അത് നിങ്ങളാരോടും പറയല്ലേ? ഇല്ല, പറ. അതില്ലേ, ആ ചേച്ചിക്ക് ഹരിയേട്ടനോട് പ്രേമാണ്. എന്ത്? അതിഥി പറയുന്ന കേട്ട് ആരോ അത്ഭുതത്തോടെ ചോദിച്ചു. മാളു ആണെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉമിനീരിറക്കി. സത്യം കുഞ്ഞേട്ടാ, ഞാൻ കേട്ടതാ. ഇതേ പെണ്ണെ, അനാവശ്യം പറഞ്ഞിട്ടല്ലോ. ഹരിയേട്ടൻ ആ ടൈപ്പൊന്നല്ല, മാളു പറഞ്ഞു. അവൾ പറയുന്ന കേട്ടതും മാളു ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. ഞാൻ കള്ളം പറഞ്ഞതെന്നല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഹരിയേട്ടൻ്റെ കൈ പിടിച്ചോണ്ടാ ആ ചേച്ചി പറഞ്ഞത്. എന്ത്? ആ ചേച്ചി ഹരിയേട്ടനോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് കേട്ടതും മാളുവിൻ്റെ നെഞ്ചിൽ കല്ലെടുത്ത് വെച്ച ഫീലുണ്ടായി. അതിഥി. ആരോ വിളിക്കുന്ന കേട്ടും അവൾ തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോൾ അവിടെ അവളുടെ സ്കൂളിലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇതാ വരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ഓടി. മാളു ആണെങ്കിൽ ഒരു തളർച്ചയോടെ അടുത്ത് കിടന്ന കസേരയിലേക്ക് ഇരുന്നു. അവളുടെ കണ്ണുകൾ ഹരിയുടെ കയ്യിൽ പിടിച്ചിരുന്ന ശ്രേയയുടെ കയ്യിലേക്ക് തന്നെ നീണ്ടു. ദേവു, നീ വിഷമിക്കാതിരി. ഇനി നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാതെ പോയി അങ്ങനോട് പറയാൻ നോക്കിടി. ആരും. ആ, അത് തന്നെ. ഇനിയും വൈകിയാൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. വീട്ടിൽ നിനക്കും കല്യാണാലോചന വന്നിരിക്കുകയാണ്, അത് മറക്കണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹരിയേട്ടനോട് നിന്റെ ഇഷ്ടം അറിയിക്കണം. ഞാനെന്ത് ചെയ്യാനടാ, എത്ര വട്ടം പറയാൻ ചെന്നു. ആരോ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ ദയനീയമായിട്ട് അവനെ നോക്കി പറഞ്ഞു. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അതുകൊണ്ട് നീ ഇപ്പം തന്നെ ചെയ്ത് പറ. ഇപ്പോഴോ? പിന്നെ വീട്ടിൽ ചെന്നിട്ട് പോരെ? ദേവ് പറയുന്ന കേട്ട് മാളു അല്പം പേടിയോടെ പറഞ്ഞു. ദേ പെണ്ണെ, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. ഇപ്പം തന്നെ അങ്ങേർക്ക് ആ പെണ്ണിന് ഇഷ്ടമാണെന്ന് പോലും അറിയില്ല. ഇനി അങ്ങനെ വല്ലുകൊണ്ട് ഈ പൊന്നുമോൾ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയെന്ന പാട്ടുമാടി നടക്കാം. ആരോ ദേഷ്യത്തോടെ പറയുന്ന കേട്ടതും മാളു ദയനീയതയോടെ അവരെ നോക്കി. ആ പെണ്ണ് അല്ലെങ്കിൽ തന്നെ സൂപ്പറല്ലേ ആരു? അവൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ദേവ് ഒരു കുസൃതിയോട് ആരോവിനോട് പറഞ്ഞു. ദേവ് പറയുന്ന കേട്ടതും മാളുവളെ നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. പാവം കൊച്ചു വായ്ക്ക് സിബിട്ട് ശേഷം അവരുടെ നേരെ കണ്ണു കാണിച്ച്. ഇന്നിങ്ങനെ ഞാൻ ശരിയാക്കും. അല്പസമയത്തിന് ശേഷം അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടക്കുന്നുണ്ട്. മാളു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി. ആരോ, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അവളുടെ പോക്കുണ്ട്. ആരോ പറഞ്ഞു. ദേവ് അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയതും അവിടെ ഡോറിൻ്റെ സൈഡിലായി അവൾ നോക്കി കൈയിട്ട് നിൽക്കുന്ന ആദ്യമാണ് കണ്ടത്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചതും അവൻ കൈകാട്ടി അവളെ വിളിച്ച്. ചെല്ല്. അവൻ വിളിക്കുന്നുണ്ട്. ആരോ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ. അതിന് മറുപടി അറിഞ്ഞുകൊണ്ട് അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ മൂന്നും കൂടി എന്തായിരുന്നു പരിപാടി? അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അതിന് മറുപടിയായി അവൾ ചുമൽ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. വാ. അവൻ അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഹോ, അങ്ങനെ 2 എണ്ണം അതിൻ്റെ വഴിക്ക് പോയി. ഇനി എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിനവിടെ പോയി തപ്പും. ഓളെ ആമിക്കുട്ടി, നിന്റെ ചേട്ടൻ ഇവിടെ നിന്നെ ആലോചിച്ചിരിക്കുന്ന നീ അറിയുന്നില്ലേ? അവർ മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നടന്നു. ഇതേ സമയം സ്റ്റേജിൽ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്ന തെച്ചുവിൻ്റെ നിറഞ്ഞ ചിരി നോക്കി കാണുമായിരുന്നു മനു. ഇവർ തന്നെയാണ് ചേരേണ്ടത്. വലിയേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന തെച്ചുവിൻ്റെ നിറഞ്ഞ ചിരി മാത്രം കണ്ടാൽ മതി അവൾ എത്ര സന്തോഷവതിയാണെന്ന് മനസ്സിലാക്കാൻ. അവനൊരു പുഞ്ചിരിയോടെ മനസ്സിലോർത്തു. അവൻ്റെ മനസ്സിൻ്റെ കോണിലുണ്ടായിരുന്ന തെച്ചുവിൻ്റെ അവസാന ഓർമ്മയും പറിച്ചു കളഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു. കാറ്റുപോലെ വന്ന് എന്തോ അവൻ്റെ ദേഹത്തിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവന് ബാലൻസ് കിട്ടിയില്ല. അവൻ പിന്നിലേക്ക് മറിഞ്ഞു. കണ്ണു തുറന്നു നോക്കിയതും തന്നെ നോക്കിയിരിക്കുന്ന 2 കണ്ണുകളാണ് കണ്ടത്. കുറേ നേരം കഴിഞ്ഞിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും അവന് ദേഷ്യം വന്നു. എഴുന്നേറ്റ് മാറുവച്ചേ. എവിടെ? അവൻ പറഞ്ഞൊന്ന് കേൾക്കാതെ അവൾ അവന് വായി നോക്കാൻ തിരക്കിലായിരുന്നു. അയ്യോ ഗൗരിയേച്ചി! ആമി പെട്ടെന്ന് ഓടിക്കൊണ്ടുവന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ എഴുന്നേറ്റതും അവനവളുടെ പിന്നാലെ എഴുന്നേറ്റു. എവിടെ നോക്കി നടക്കുക കോശേ? കണ്ണുണ്ടൂടെ നിനക്ക്? എഴുന്നേറ്റുടനെ അവളുടെ നേരെ ചീറി.
എന്നാൽ നമ്മുടെ ഗൗരിക്കുട്ടി അവനെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്ന തിരക്കിൽ അവൻ പറയുന്നത് കേട്ടില്ല. അയ്യോ സോറി ഏട്ടാ, ചേച്ചി കാണാതെ പറ്റിയതാ. ഗൗരിയുടെ അസുഖം മനസ്സിലായതും ആമി വേഗം കയറി പറഞ്ഞു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഗൗരി കൊച്ചിൻ്റെ കവളിൽ നീര് വരും. മനുഷ്യനെ മെനക്കെടുത്താൽ ഓരോന്ന് ഇറങ്ങിക്കോളും. അവൾ നോക്കി പിറിവിരുത്തുകൊണ്ട് അവൻ സ്റ്റേജിനടുത്തേക്ക് നടന്നു. എടി ഗൗരി ചേച്ചി. അവൻ പോയ വഴിയെ നോക്കി വെള്ളറക്കുന്ന ഗൗരിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ആമി വിളിച്ചത്. ഗൗരി ഞെട്ടലോടെ അവളെ നോക്കി. എവിടെ നോക്കി നടക്കുക ചേച്ചി? ആ ചേട്ടൻ എന്തൊക്കെ ചീത്ത പറഞ്ഞെന്നറിയോ? ചീത്തയോ? അതൊക്കെ എനിക്ക് അമൃത് പോലെ ആയിരുന്നു. ഹോ, എന്നാ ഗ്ലാമറാടി അങ്ങേർക്ക്. അയാളിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ വളച്ച് കുപ്പിയിലാക്കും. അങ്ങോട്ട് ചെന്നാൽ മതി. അയാൾ അമ്മൻചേട്ടൻ അനിയനാ, നിന്നെ വറുത്ത് കോരും. അതൊന്നുമില്ല, നീ നോക്കും ഞാൻ എങ്ങനെയാ അങ്ങനെ വളക്കുന്നതെന്ന്. അതും പറഞ്ഞ് അവളെ പുച്ഛിച്ചും കണ്ട് ഗൗരി തിരിഞ്ഞടന്നു. ഇതേ സമയം ഫോട്ടോ എടുത്ത് ദച്ചുവാകെ തളർന്നു. അതിനിടയിൽ വിശപ്പിന്റെ വിളിയും വന്നു തുടങ്ങി. വിശക്കുന്നോടാ? അവിടെ മനസ്സറിഞ്ഞവർ അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കിയെന്ന് മൂളി. അത് കേട്ടതും അവൻ അവൾ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് ക്യാമറാമാനോട് മതിയൊന്ന് കണ്ണു കാണിച്ചു. അപ്പോഴേക്ക് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി മനു വന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കി, രണ്ടുപേരും വാ. അവരെ നോക്കി അവൻ പറഞ്ഞുകൊണ്ട് സദ്യാലയത്തിലേക്ക് നടന്നു. അവന്റെ പിന്നാലെയായി അവനും ദച്ചുവും നടന്നു. അപ്പം മാളുവിനും ഹരി ഒത്തിരി ഇഷ്ടമാണോ? അവൻ പറഞ്ഞു കഴിഞ്ഞതും ശ്രേയ ചോദിക്കുന്നതായിട്ട് അവൻ ചിരിച്ച് തലയാട്ടി. ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായുള്ള ചെറിയ കോറിഡോറിൽ നിന്നും അവന്റെ മാളുവിനെ കുറിച്ചും അവരുടെ പ്രണയത്തെക്കുറിച്ചും ശ്രേയയോട് പറയുകയാണ് ഹരി. സോറി ഹരി, എനിക്കറിയില്ലായിരുന്നു, അതാ ഞാൻ. അവൾ മുഴുമിക്കാതെ പറഞ്ഞു നിർത്തി. ഇറ്റ്സ് ഓക്കെടാ, അതൊക്കെ ഞാൻ വിട്ടു. എന്തായാലും എല്ലാം നിന്നോട് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. കാരണം ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പ്രാണനാണ് എൻ്റെ പ്രണയം. അവനവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രേയ ഒരു പുഞ്ചിരി നൽകി. എന്നാൽ അവൻ അവസാനം പറഞ്ഞ വാചകം കേട്ട് ഒരു ചുമരിനപ്പുറം അവനെ പ്രിയപ്പെട്ടവൾ നിന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. അവൾ വായ്പൊത്തി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ഹരിയോടെ ഭക്ഷണം കഴിക്കാനായി വന്നു അവൻ മനുവിനോടായി ചോദിച്ചു. ഹരിയേട്ടൻ ശ്രേയ ചേച്ചിയുടെ ഒപ്പം പോയിരിക്കുക. അവൻ്റെ ചോദ്യം കേട്ട് അടുത്തുനിന്ന് അതിഥി മറുപടി പറഞ്ഞു. മാളൂരിനെയും കാണുന്നില്ലല്ലോ. ദച്ച് ചോദിക്കുന്ന കേട്ട് അവൻ സംശയത്തോടെ അവളുടെ അടുത്തുനിന്ന് ആരവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവനൊരു വളിച്ച ചിരിയിച്ച്. അത് അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, ഞാനിപ്പോൾ പോയി വിളിച്ചിട്ട് വരാം. അവൻ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ആ ജഗത്താമല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അന്ത്യം നടന്നേനെ. ദൈവമേ നീ കാത്തു. സദ്യാലയത്തിന് പുറത്തെത്തിയതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? അവൻ അതും പിറുത്തുകൊണ്ട് അവളെ അന്വേഷിച്ച് നടന്നു. ഓഡിറ്റോറിയത്തിന് പിൻഭാഗത്തുള്ള വഴിയിലിട്ടിരുന്ന കസേരകളിൽ ഒന്നിൽ ഇരു കൈകളും മുഖത്ത് വെച്ച് കുനിഞ്ഞിരിക്കുന്ന മാളുവിനെ ദൂരെ നിന്ന് ആരവ് കണ്ടു. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. നീ ഇവിടെ എന്ത് ചെയ്യാടി? അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു, നീ ഇങ്ങോട്ട് വന്നേ. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ടും മറുപടിയൊന്നും പറയാതെ അവൾ മുഖം കുനിച്ചിരിക്കുന്ന കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ അടുത്തിരുന്നുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്താടാ, എന്താ പറ്റിയേ? നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും അവനൊരു ഞെട്ടലോട് അവളോട് ചോദിച്ചു. അത് കേട്ടതും അവളൊരു പൊട്ടിക്കരച്ചിലോട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഞാൻ തോറ്റുപോയി, ആരും തോറ്റുപോയി. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരഞ്ഞോണ്ട് പറയുന്ന കേട്ട് അവനൊന്നും മനസ്സിലാവാൻ നിന്നു. എങ്കിലും അവൻ അവളോട് ഒന്നും ചോദിച്ചില്ല. അവളുടെ കരച്ചിൽ അടങ്ങുന്നവരെ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവന് നോക്കിയായതും അവൻ അവളെ അടുത്തേർന്ന കസേരയിലേക്ക് ഇരുത്തി. മാളു. അവൻ അവളുടെ അടുത്തിരുന്നുകൊണ്ട് അവളെ പതിയെ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ ദയനീയമായി നോക്കി. എന്താണ്, എന്താ പ്രശ്നം? നീ ഹരിയേട്ടനെ കാണാൻ വന്നല്ലേ, എന്നിട്ട് പുള്ളിയോടെ? അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ അവൻ്റെ പിന്നിലേക്ക് പോയി. അവിടെ കോറിഡോറിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ഹരിയിലേക്കും ശ്രേയയിലേക്കും അവളുടെ കണ്ണുകൾ ചെന്ന് നിന്നു. അവൾ നോക്കുന്ന കണ്ട് അങ്ങോട്ട് നോക്കിയ ആരവിന്റെ കണ്ണുകൾ അവരെ സംശയത്തോടെ നോക്കി. മാളു, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ് ആരു. അവനെന്തോ പറയാനായി വന്നു. അവൾ അവനോടായി പറഞ്ഞു. മാളുവിന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അവൻ കേട്ടത്. നീ എന്താ പറഞ്ഞു? അവര് തമ്മിൽ ഇഷ്ടത്തിലോ? നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ പറഞ്ഞ സത്യമാണ് ആരു. ഞാൻ കേട്ടതാ ഹരിയേട്ടൻ ആ ചേച്ചിയോട് പറഞ്ഞത്. നീ എന്ത് കേട്ടു? അവൻ ചോദിച്ചതും അവൾ അവിടെ അവസാനം കേട്ടതൊക്കെ അവനോട് പറഞ്ഞു. ഛേ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എനിക്കറിയില്ല ആരു. എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് ഹരിയേട്ടനെ മറക്കാൻ പറ്റില്ല ആരു. അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ലെങ്കിലും എത്ര തല്ലുകൂടിയാലും അവളുടെ കണ്ണു നിറഞ്ഞാൽ അവന് സഹിക്കില്ലായിരുന്നു. അവനൊരു നിമിഷം ഹരിയോട് ദേഷ്യം തോന്നി. നീ ഇങ്ങനെ കരയില്ലേ മാളു, പോട്ടെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. നീ പോ, അവിടെ എല്ലാവരും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ആർക്കും സംശയം തോന്നണ്ട. എനിക്കൊന്നിനും വയ്യട, ഞാനാകെ തളർന്നു പോയി. എനിക്കൊന്ന് കിടന്നാൽ മതി. വാ, വന്ന് വല്ലതും കഴിക്കുക, എന്നിട്ട് നമുക്ക് ഗ്രീൻ റൂമിൽ പോവാം. അല്ലെങ്കിൽ അവർക്കൊക്കെ സംശയം തോന്നും. നല്ലൊരു ദിവസമായിട്ട് ആരെയും വിഷമിപ്പിക്കണ്ട.
അവനത് പറഞ്ഞു. അവൾ ദയനീയമായിട്ട് അവനെ നോക്കി. ചെല്ല്, ചെന്ന് ഈ മുഖം ഒന്ന് കഴുകിയിട്ട് വാ. അവളുടെ മുഖം കണ്ട് അവൻ അവളുടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അവനെ നോക്കിയിട്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു. ഹരിയും ശ്രേയയും സദ്യാലയത്തിലേക്ക് വന്നു. മറ്റുള്ളവർ കഴിക്കാനിരുന്നിരുന്നു. നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? അവരെ കണ്ടതും മനു ചോദിച്ചു. ഞങ്ങളിവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അതും പറഞ്ഞ് ചുറ്റിനും നോക്കി. പ്രതീക്ഷിച്ച ആളെ കാണാത്തതുകൊണ്ട് അവൻ്റെ മുഖം മങ്ങി. അവൻ നിരാശയോടെ നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കിയിരിക്കുന്ന അമ്മനെയാണ് കണ്ടത്. അവനെ നോക്കിയൊരു വളിച്ച ചിരിയിരിച്ചു. നിങ്ങൾ അവിടെ തന്നെ നിൽക്കാതെ വന്നിരിക്കൂ കുട്ടികളെ, ലേഖമ്മ പറഞ്ഞതും അവൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞുകിടന്ന സീറ്റിലേക്ക് ഇരുന്നു. അവൻ്റെ അടുത്തായി തന്നെ ശ്രേയയും ഇരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആരും മാളുവിനെയും കൂട്ടി വന്നു. അവർ വന്നതും ഹരിയുടെ അടുത്തിരിക്കുന്ന ശ്രേയാണ് കണ്ടത്. അവൾ ദയനീയമായിട്ട് ആരവിനെ നോക്കി. അവൻ ഒന്നുമില്ലാത്ത രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ച് അതിനവൾ വിഷാദം കലർന്നൊരു പുഞ്ചിരി നൽകി. നിങ്ങൾ എവിടെ പോയിരുന്നു മാളു? നിന്നെ അന്വേഷിച്ചു വന്ന ആരവിനെ അന്വേഷിച്ച് ഇനി വേറെ ആളെ വിടണമെന്ന് വിചാരിക്കുകയായിരുന്നു. ലേഖമ്മ മാളുവിനോട് ചോദിക്കുന്ന കേട്ടാണ് ഹരി തലയുയർത്തി നോക്കിയത്. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. താലികെട്ടിന് മുമ്പേ തിരക്കാരന് നേരാവണ്ണമെന്ന് കാണാൻ പോലും പറ്റിയില്ല. കെട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ പെണ്ണിനെ ഇവിടെ ഒന്നും കാണാനും ഇല്ലായിരുന്നു. ഒന്ന് കാണാതെ നെഞ്ചിനുള്ളൊരു പെടപ്പായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. അവനൊരു പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് അവളെ നോക്കിയിരുന്നു. എന്നാൽ അവളൊരു നോട്ടം കൊണ്ട് പോലും അവനെ കടാക്ഷിച്ചില്ല. കൂടാതെ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവൻ്റെ സ്വസ്ഥത കെടുത്തി. അവനൊരു സംശയത്തോടെ അമനെ നോക്കിയതും അമനും അവൾ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളിവിടെയുള്ള ആ ഗാർഡൻ സൈഡിൽ നിൽക്കായിരുന്നു അല്ലമ്മേ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഹരിയെ രൂക്ഷമായി നോക്കിയിട്ട് മാളുവിൻ്റെ കൈയും പിടിച്ച് ദച്ചുവിൻ്റെ അരികിലായിരുത്തി. അപ്പോഴും മാളുവിനെ തന്നെ നോക്കിയായിരുന്നു ഹരി. അവളുടെ വാടിയ മുഖം അവനെ സംശയത്തിലാക്കി. ഭക്ഷണം കഴിച്ചിറങ്ങാൻ സമയമായതും ദച്ചുവിൻ്റെ മുഖം വാടി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ മാധവന്റെ കാല് തൊട്ട് വന്ദിച്ചു. അച്ഛൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കണം, പോയി വാ. അദ്ദേഹം അവളുടെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, എൻ്റെ കുഞ്ഞ് നന്നായി വരും. അവൾ താരയെ വിളിച്ചതും അവരവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം ആമിയോടും ഗൗരിയോടും യാത്ര ചോദിച്ചതും അവരും അവളെ കെട്ടിപ്പിടിച്ചു. ആമിയുടെ കണ്ണുനീര് കണ്ടതും ആരവിൻ്റെ നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നി. എടി ചേച്ചി, നിനക്ക് പോകാൻ ഇഷ്ടമായി പോകണ്ട, നമുക്കിവിടെ അടിച്ചു വിളിക്കാം, എന്തേ? ഗൗരി പറയുന്ന കേട്ടതും അവൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അത് ശരിയാ, നീ പോകേണ്ടത് വെച്ചു. എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ തന്നെ നിന്നോ. ദേവുവിൻ്റെ കമന്റിലൂടെ കേട്ടതും അവൻ ദയനീയമായിട്ട് ആദ്യം നോക്കി. അവൻ അമ്മനെ നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി. തെണ്ടി. അവനെ മനസ്സിൽ ചീത്തയും വിളിച്ച് അവൻ മുണ്ടും മടക്കി കുത്തി ദച്ചുവിൻ്റെ അരികിലേക്ക് വന്ന് അവൾ ഇരുകൈകൾ കൊണ്ട് കോരിയെടുത്തു. ഏയ്, എന്താ ഇത്? വിട്, അയ്യേ, എല്ലാവരും നോക്കുന്നു. അവൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്നതിനിടയിൽ അവൾ പറഞ്ഞു. മിണ്ടാണ്ടിരിക്കടി. അവൻ കലിപ്പായതും കൊച്ച് അടങ്ങി ഒതുങ്ങി അവൻ്റെ കൈക്കുള്ളിലിരുന്നു. അവൻ പുഞ്ചിരിയോടെ അവളെ കാറിലേക്ക് ഇരുത്തി. ശേഷം അവനും കയറി. മനുവേട്ടനാണോ ഡ്രൈവ് ചെയ്യുന്നത്? ഹരിയുടെ വരുന്നില്ലേ? ഡ്രൈവിംഗ് സീറ്റിലേക്കായിരുന്ന മനുവിനെ നോക്കി ആരോ ചോദിച്ചു. ഇല്ല, ഹരി ശ്രേയയോടൊപ്പം വരും. മനു പറഞ്ഞതും മാളുവിൻ്റെ മുഖം വാടി. അവൾ തലകുനിച്ച് നിന്നു. ആരും അവളുടെ തോളിൽ പിടിച്ച് ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി. എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചതും കാറ് മുന്നോട്ടെടുത്തു. അവർക്ക് പിന്നാലെ ഓരോ കാറുകൾ പുറപ്പെട്ടു. കാർ അവരുടെ കൺവെട്ടെന്ന് പറഞ്ഞു ദച്ചു വിങ്ങിപ്പൊട്ടി. അത് കണ്ടതും അമ്മൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശ്രീലകം കോവിലകത്തിൻ്റെ മുറ്റത്ത് അമ്മൻ്റെ ബെൻസ് വന്ന് നിന്നു. ഒരു പുഞ്ചിരിയോട് അവൻ പുറത്തേക്ക് ഇറങ്ങി. മറു സൈഡിൽ വന്ന് ദച്ചുവിന് ഡോർ തുറന്നു കൊടുത്ത് അവൾക്ക് നേരെ കൈ നീട്ടി. അവൻ്റെ കയ്യിൽ കൈ കോർത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. പക്കാ ട്രഡീഷണൽ രീതിയിൽ പണി കഴിപ്പിച്ച വലിയൊരു നാറിയിട്ടായിരുന്നു ശ്രീലകം കോവിലകം. ഈശ്വരവർമ്മ തമ്പുരാന്റെ അച്ഛൻ ദേവദാസവർമ്മ പണി കഴിപ്പിച്ചതാണ് ശ്രീലകം കോവിലകം. അതിനെ പിന്നീട് മഹാദേവർമ്മ കുറച്ച് മോഡിഫൈഡ് ചെയ്തു. ദച്ചു വിടർന്ന കണ്ണുകളോടെ കോവിലകം നോക്കി നിന്നു. ഇഷ്ടായോ? അടുത്തുനിന്ന് അമ്മൻ ചോദിച്ചതും അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ലക്ഷ്മി അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി അവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന അമ്മനെ കണ്ട് അവൾ പതിയൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടതും അവൻ അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അന്ന് തന്നെ റിസപ്ഷൻ ഉള്ളതിനാൽ മധുരം കൊടുത്തു കഴിഞ്ഞ് ദച്ചുവിനെ കുറച്ചു പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവളെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായി അമ്മമാർ അവളെ മുറിയിലേക്ക് വിട്ടു. ഇതാണ് വലിയേട്ടൻ്റെ മുറി, ഇനി മുതൽ എടുത്തിടേയും. മുറിയിലേക്ക് എറിയതും അതീത് ദച്ചുവിനോട് പറഞ്ഞു. അതിനവൾ മറുപടിയായിട്ടും ചിരിച്ചതേയുള്ളൂ. ദച്ചു, പെട്ടെന്ന് ഫ്രഷായി വാ, ഇപ്പൊ ബ്യൂട്ടീഷ്യൻ വരും. മാള് മുറിയിലേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ തലയിൽ നിന്ന് പൂവ് സ്ലൈഡൊക്കെ അഴിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഈ മാളുവിൻ്റെ മുഖം മ്ലാനമായിരുന്നു ദച്ചു ശ്രദ്ധിച്ചിരുന്നു. എങ്കിൽ അവളൊന്നും തന്നെ ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിച്ചില്ല. ദച്ചു ഫ്രഷായി വന്നപ്പോഴേക്കും ഫംഗ്ഷന് വേണ്ടി ഒരു ഡാർക്ക് ബ്ലൂ കളർ ലെഹങ്കയാണ് എടുത്തത്. മുടി പിന്നിൽ നിന്ന് കുറച്ചെടുത്ത് പഫ് ചെയ്ത് ബാക്കി കേൾ ചെയ്ത് ഇട്ടിരിക്കുന്നു. മുഖത്ത് സിമ്പിൾ മേക്കപ്പും ചുണ്ടിൽ സ്ട്രോബെറി ഫ്ലേവറിൽ ലിബാമും ഇട്ടു.
കഴുത്തിൽ ഡയമണ്ടിന്റെ ഒരു നെക്ലേസും അതിന്റെ തന്നെ കമ്മലും കയ്യിൽ ഡയമണ്ടിന്റെ ബംഗിൾസും ഇട്ടു. ഷാൾ പ്ലീറ്റ് എടുത്ത് വൺ സൈഡിലായി പിൻ ചെയ്ത് ഒരു ഡയമണ്ട് സ്റ്റോൺ പതിപ്പിച്ച ഹിപ്പ് ചെയിൻ ഇട്ടുകൊടുത്തു. ഇതൊക്കെ വലിയേട്ടനെ മാത്രം ഇഷ്ടത്തിന് എടുത്തി. ഒടുവിൽ ദച്ചുവിനെ മൊത്തത്തിൽ നോക്കിയതിനു ശേഷം അതിഥി അവളോടായി പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് മിററിലേക്ക് നോക്കി. കൺവെൻഷൻ സെന്ററിലേക്ക് പോവാനായി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നീ എന്തെങ്കിലും ആളുകളോട് സംസാരിച്ചോ ഹരി? എന്താ? റെഡിയായി പുറത്തേക്ക് വന്ന അവൻ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന ഹരിയോടായി ചോദിച്ചു. അവൻ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. നീ ഈ ലോകത്തൊന്നും അല്ലേ? അവൻ ചോദിച്ചതും അതിനവൻ തെളിച്ചമില്ലാത്തൊരു ചിരി നൽകി. എന്താടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടാ. അവൻ ചോദിച്ചതും അവൻ ഒഴിഞ്ഞു മാറി. നീ പറയുന്നുണ്ടോ ഹരി? മാളു എന്തെങ്കിലും പറഞ്ഞു? ഏയ് ഞാൻ അവളോട് സംസാരിച്ചില്ല. അവളിന്ന് കാണാൻ പറ്റിയില്ല. എങ്കിൽ പിന്നെ നാളെ സംസാരിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് വേണം. അല്ല, നീ എന്തെങ്കിലും ഗ്ലൂമിയായി നിന്ന്? അത് നീ പറയുന്നുണ്ടോ ഹരി? പറയണം. ഇന്നല്ല, നാളെ. ഇന്ന് നിന്റെ ദിവസമാണ്, അതുകൊണ്ട് നാളെ പറയാം. അവൻ ചൂടായത് കണ്ടതും ഹരി പറഞ്ഞു. നാളെ പറയാടാ. പിന്നെയും സംശയത്തോടെ നോക്കുന്നവന്റെ തോൾ തട്ടിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. അത് കേട്ട് അമ്മൻ എന്തോ പറയാനായി വന്നു ഹരി മുകളിലേക്ക് കണ്ണ് കാണിച്ചു. അത് കണ്ട് തിരിഞ്ഞു നോക്കി അമ്മന്റെ കണ്ണുകൾ സ്റ്റെപ്പ് ഇറങ്ങി വരും ദച്ചുവിനെ കണ്ടു വിടർന്നു. അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു. തുടരും.